GP പിള്ള. ഇദ്ദേഹത്തിന്റെ ഫുൾ നെയിം ആകുന്നു ഗോവിന്ദൻ പരമേശ്വരൻ പിള്ള. ഇദ്ദേഹത്തെ ബാരിസ്റ്റർ GP പിള്ള എന്നും വിളിക്കുന്നു. ബാരിസ്റ്റർ എന്ന് പറഞ്ഞാൽ അഭിഭാഷകൻ എന്നാകുന്നു അർത്ഥം. അപ്പോൾ നമ്മൾ വിചാരിക്കാം, അങ്ങനെയാണെങ്കിൽ അഡ്വക്കേറ്റ് GP പിള്ള എന്നോ അല്ലെങ്കിൽ ലോയർ GP പിള്ള എന്നോ പറഞ്ഞാൽ പോരായിരുന്നോ, പിന്നെ എന്തിനാണ് ബാരിസ്റ്റർ GP പിള്ള എന്ന് പറഞ്ഞതെന്ന്. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ, മുൻകാലങ്ങളിൽ ബ്രിട്ടീഷ് സംവിധാനത്തിൽ നിയമം പഠിച്ച അഭിഭാഷകരെ വിളിച്ചിരുന്ന പേരാകുന്നു ബാരിസ്റ്റർ. ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ നിയമം പഠിച്ച അഭിഭാഷകരെ ബാരിസ്റ്റർ എന്നായിരുന്നു മുൻകാലങ്ങളിൽ പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ബാരിസ്റ്റർ GP പിള്ള എന്ന് വിളിക്കുന്നത്. GP പിള്ളയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇംഗ്ലീഷ് പത്രം പുറത്തിറക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് GP പിള്ളയാകുന്നു. ആ പത്രത്തിന്റെ പേരാകുന്നു മദ്രാസ് സ്റ്റാൻഡേർഡ്. മദ്രാസ് സ്റ്റാൻഡേർഡ് എന്നും വരാറുണ്ട്, അതുപോലെ മദ്രാസ് മെയിൽ എന്നും പറയാറുണ്ട്. രണ്ട് ഓപ്ഷൻ വന്നാലും ശരി തന്നെയാണ്. അപ്പോൾ സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇംഗ്ലീഷ് പത്രമായ മദ്രാസ് സ്റ്റാൻഡേർഡ് GP പിള്ളയുടേതാകുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ, അതായത് INCയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളിയാകുന്നു GP പിള്ളൈ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടക്കുന്ന വർഷം 1885 ആകുന്നു. അത് ബോംബെയിൽ വെച്ചാകുന്നു. 1885 ബോംബെയിൽ വെച്ചിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടക്കുമ്പോൾ അതിൽ പങ്കെടുത്ത മലയാളിയാകുന്നു GP പിള്ളൈ. അന്ന് GP പിള്ളയുടെ പ്രായം 21 ആകുന്നു. ആധുനിക കേരളത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിതാവ് എന്ന് GP പിള്ളയെ അറിയപ്പെടുന്നു. ആധുനിക കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിതാവ് എന്ന് GP പിള്ളയെ അറിയപ്പെടുന്നു. അല്ലെങ്കിൽ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിതാവ് എന്നും GP പിള്ളയെ അറിയപ്പെടുന്നു. മഹാത്മാഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ട ഏക മലയാളിയാകുന്നു GP പിള്ളൈ. മഹാത്മാഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ട ഏക മലയാളിയാകുന്നു GP പിള്ളൈ. പത്രത്തിൽ സത്യം എഴുതിയ കാരണത്താൽ സ്വന്തം നാട് കടത്തപ്പെട്ട ഒരുപാട് നവോത്ഥാന നായകരെ കുറിച്ച് നമുക്കറിയാം. അതിൽ പത്രത്തിൽ സത്യം എഴുതിയ കാരണത്താൽ സ്വന്തം നാട് വിടേണ്ടി വന്ന ആദ്യ തിരുവിതാംകൂറുകാരനാകുന്നു GP പിള്ളൈ. പത്രത്തിൽ സത്യം എഴുതിയ കാരണത്താൽ സ്വന്തം നാട് വിടേണ്ടി വന്ന ആദ്യ തിരുവിതാംകൂറുകാരനാകുന്നു GP പിള്ളൈ. 1894 മദ്രാസിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിന്റെ സെക്രട്ടറി ആയിരുന്നു GP പിള്ളൈ. 1894 മദ്രാസിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിന്റെ സെക്രട്ടറി ആയിരുന്നു GP പിള്ളൈ. മലയാളി മെമ്മോറിയൽ. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് 1890കളിൽ നടത്തിയ പ്രക്ഷോഭമാണ് മലയാളി മെമ്മോറിയൽ. 1890കളിലാണ് ഈ പ്രക്ഷോഭം അരങ്ങേറിയത്. രാമയ്യൻ ദളവയുടെ കാലം തൊട്ട്, അതായത് 1740 കാലഘട്ടം മുതൽ ആരംഭിച്ചതായിരുന്നു തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗങ്ങളിലേക്ക് തമിഴ് ബ്രാഹ്മണരുടെ ഇരച്ചുകയറ്റം. ഇതിനെതിരെ തിരുവിതാംകൂറിൽ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ഈ മലയാളി മെമ്മോറിയൽ എന്ന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് കേരള നവോത്ഥാന നായകരിൽ പ്രധാനിയായ GP പിള്ളയായിരുന്നു. ഈ സമരത്തിന്റെ മുദ്രാവാക്യം തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്നതായിരുന്നു. 10,028 ആളുകളുടെ ഒപ്പുകൾ ശേഖരിച്ച് 1891 ജനുവരി 1 അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് മലയാളി മെമ്മോറിയൽ എന്ന നിവേദനം സമർപ്പിച്ചു. മലയാളി മെമ്മോറിയലിൽ ആദ്യം ഒപ്പുവെച്ച 3 പേരാകുന്നു. ആദ്യത്തേത് KP ശങ്കരമേനോൻ, രണ്ടാമത്തേത് GP പിള്ള, 3 ഡോക്ടർ പൽപ്പു. ഈ മലയാളി മെമ്മോറിയൽ നിവേദനം എഴുതി തയ്യാറാക്കിയത് CV രാമൻ പിള്ളയായിരുന്നു. ആ സമയത്തെ തിരുവിതാംകൂർ ദിവാന്റെ പേരാകുന്നു T രാമറാവു. ദിവാൻ എന്ന് പറയുമ്പോൾ ചീഫ് മിനിസ്റ്റർ എന്നുള്ള മീനിങ് ആണ്. ആ സമയത്തെ തിരുവിതാംകൂർ ദിവാനാകുന്നു T രാമറാവു. ആ സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി അല്ലെങ്കിൽ ആ സമയത്തെ തിരുവിതാംകൂർ രാജാവായിരുന്നു ശ്രീമൂലം തിരുനാൾ.